ഇനിയോ മഹർഷേ എന്തേ മോനെ? അത് അങ്ങോട്ട് നോക്കൂ. അതൊരു ആശ്രമ കന്യകയല്ലേ? അതോ അപ്സരസോ? അവളെ ഒരു വണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നല്ലോ. ഈ തപോവനത്തിലും സ്ത്രീക്ക് പീഡനമോ? പടച്ച തമ്പുരാനെ, വണ്ട് എന്ന് വെച്ചാൽ എജ്ജാതി വണ്ട് അതോ 2-3 10-40 വണ്ട് കൂടിയിട്ടല്ലേ ഒരു പെണ്ണിനെ പീഡിപ്പിക്കണേ? നശിപ്പിച്ചു. നശിപ്പിച്ച് ചോദിക്കാനുണ്ടോ? 10-40 വണ്ട് കൂടെ പിന്നെ നശിക്കൂലേ? എന്റെ അദ്ദുക്ക, നിങ്ങൾ ഇതിനകത്ത് മഹർഷിയ അല്ലാതെ മുസ്ലിയാരല്ല. മാപ്പിള ഭാഷ പറഞ്ഞ് നാടൻ വെറുതെ കൊളാക്കരുത് കേട്ടോ. കുമാര, അനക്ക് ഈടായാലും കുറച്ച് വർഗീയത കൂടുതലുണ്ട്. എടോ, കലാകാരന്മാർ തമ്മിൽ വർഗീയത പാടില്ല. മലബാറിൽ ഏത് മഹർഷി ജനിച്ചാലും ഇങ്ങനെ പറയുള്ളൂ. അപ്പൊ അബ്ദുക്ക ഈ നാടകം കൊളമാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതുകൊണ്ടല്ലേ പച്ച മലയാളത്തിൽ ഈ അദ്ദുക്ക പറഞ്ഞ എനിക്ക് സന്യാസി മഹർഷിയൊന്നും വേണ്ട, ഞാൻ ദുഷ്യന്തനായിക്കോളാം. ആയിക്കോട്ടെ, കെട്ടിക്കോളൂ. പക്ഷെ നാടകത്തിന്റെ പേര് മാറ്റേണ്ടി വരും. എന്ത്? ദുഷ്യന്തന്റെ സുന്നത്ത് കല്യാണം എന്ന. ആരാ പുതിയ ആള്? ഇല്ലത്തെ കാര്യസ്ഥന്മാരിൽ ഒരാളാണ് ശങ്കുണ്ണിയാര്. ഓ, എവിടെയാ വീട്? ഇല്ലത്തിനടുത്ത് തന്നെയാണ്. കൂട്ടിക്കൊണ്ടു പോകാനാണോ എത്തിയിട്ടുള്ളത്? ഇയാളെ ഇനി ഇല്ലത്തേക്ക് വിടണില്ല. വേണ്ട. ഇല്ലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കാനുണ്ടായിരുന്നു. അപ്പോ എന്റെ കൂടെ ഇവിടെ കുറച്ചു ദിവസം താമസിക്കുന്നതിൽ അങ്ങേക്ക് വിരോധമൊന്നുമില്ലല്ലോ? വിരോധോ? നല്ല കാര്യായി. താൻ വേണച്ചാ ഇല്ലത്തുള്ളവരെ മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചോളൂ, സന്തോഷമേ ഉള്ളൂ. എന്നാ പിന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഞാന് കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. തന്നെയും വിളിപ്പിക്കണമെന്ന് വിചാരിച്ചതാ. ഇനിയിപ്പോ വേണ്ട, രാത്രി കാണണം. വേണ്ടേ? ആരുന്നി ഭദ്രേ താപസകന്യ ആശ്രമമേതെന്ന് ചൊല്ലു, അല്ല ആശിപ്പതെന്തെന്ന് ചൊല്ലു. ഒരു വീക്കണില്ലേ? അത്ര നീട്ടണ്ടല്ലേ? നീട്ടണമെന്നല്ല, താനിനി തുടങ്ങാൻ വേണ്ട. ഇത് ഒപ്പനയല്ല, ബാലെ ബാലെ. ഇങ്ങടുത്താ, ഞാൻ പാടിത്തരാം. ആരുന്നി ഭദ്ര കേക്ക്.